നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻ ഡിയോർ പുരസ്കാരം ആർക്കായിരിക്കും? കഴിഞ്ഞ തവണത്തെ ബാലൻ ഡിയോറിൽ ഒരല്പം വിവാദമുണ്ടായിരുന്നു. റോഡ്രിക്ക് അത് കൊടുത്തു, വിനി അത് അർഹിച്ചിരുന്നു എന്ന ചർച്ച. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ പറഞ്ഞു വിനിയാണ് അത് അർഹിച്ചിരുന്നത്. പലവട്ടം അദ്ദേഹം അത് പറഞ്ഞു. എന്നാൽ അടുത്ത തവണ ബാലൻ ഡിയോറിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാകുമോ? വിവാദമില്ലെങ്കിൽ പിന്നെ എന്ത് ബാലൻ ഡിയോർ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളൊരു രീതി. ഇനിയുള്ള ചോദ്യം, അടുത്ത തവണ വിനിക്ക് ബാലൻ ഡിയോർ കിട്ടുമോ? നിലവിലെ പെർഫോമൻസ് വെച്ച് ആർക്കാണ് കൂടുതൽ സാധ്യത? നമ്മളൊരു ബാലൻ ഡിയോർ പവർ റാങ്കിങ് പരിശോധിക്കുകയാണ്. 20 പേരുടെ ഒരു ബാലൻ ഡിയോർ പവർ റാങ്കിങ് ലിസ്റ്റ് ഏറ്റവും പുതുതായിട്ട് goal.com പുറത്തുവിട്ട് നമ്മളൊന്ന് പരിശോധിക്കുന്നു. ഏറ്റവും കുറഞ്ഞ സാധ്യത, ഈ 20 പേരിൽ കുറഞ്ഞ സാധ്യതയുള്ള ആളാണ് 20-ാം സ്ഥാനത്തുണ്ട്. പവർ റാങ്കിങ്ങിൻ്റെ രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 20-ാം സ്ഥാനത്ത് ഒമർ മർമൗഷാണ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് അദ്ദേഹം ചേക്കേറിയിട്ടുണ്ട്. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചിരുന്നത്. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ വെക്കുമ്പോൾ ഈ സീസണിൽ 21 ഗോളുകളും 14 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ഒരു കാര്യം കൂടി, സീസൺ വൈസ് ആണല്ലോ ഇപ്പോൾ ബാലൻ ഡിയോർ കൊടുക്കുന്നത്. 19-ാം സ്ഥാനത്ത് അലക്സാണ്ടർ ഐസക്കാണ്. ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ താരം. ഈ സീസണിൽ ഇതുവരെ 23 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 18-ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അർജൻറ്റീൻ സൂപ്പർ താരം ഹുലിയൻ ആൽവരസ്. എന്തൊരു കളിയാണവൻ സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയതിനു ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 18 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് തൻ്റെ രാജ്യത്തിനും ക്ലബിനുമായിട്ട് ഈ ഒരു സീസണിൽ ഹുലിയൻ ആൽവരസ് ഇതുവരെ നേടിയിട്ടുള്ളത്. 17-ാം സ്ഥാനത്ത് ഓസ്മാൻ ഡംബലെ. PSG വേണ്ടി പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് താരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 22 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. ട്രോഫി ഡെസ്റ്റ് ചാമ്പ്യൻസിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. വെർജിൽ വാൻ ഡൈക്കാണ് 16-ാം സ്ഥാനത്ത്. ഡിഫൻഡറാണല്ലോ, അതുകൊണ്ട് ക്ലീൻ ഷീറ്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. 16 ക്ലീൻ ഷീറ്റുകൾ ഈ സീസണിലുണ്ട്. 1 അസിസ്റ്റും 2 ഗോളുകളും അഡീഷണലായിട്ട് ആ കൂട്ടത്തിലേക്ക് നമ്മൾ ചേർക്കുകയും വേണം. 15-ാം സ്ഥാനത്താണ് ലൗട്ടറോ മാർട്ടിൻസ് ഉള്ളത്. ഇന്റർ മിലാൻ്റെ സൂപ്പർ താരം. 18 ഗോളുകളും 7 അസിസ്റ്റുമാണ് ഈ സീസണിൽ ഇതുവരെ നേടിയതെങ്കിൽ 14-ാം സ്ഥാനത്ത് ചെൽസിയുടെ കോൾ പാൽമർ. 14 ഗോളുകളും 6 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. 13-ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഉള്ളത്. 32 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സീസണിൽ ഇതുവരെ. 12-ാം സ്ഥാനത്ത് സ്പോർട്ടിംഗ് CPയുടെ വിക്ടർ ഗ്യോക്കഡസ് ഗോളടിച്ച് കൂട്ടിയ ഒരു സമയമാണിത്. 43 ഗോളുകളും 11 അസിസ്റ്റുകളും ഈ സീസണിൽ ഓൾറെഡി അവൻ്റെ പേരിലുണ്ട്. 11-ാം സ്ഥാനത്ത് ആൻറ്റോയിൻ ഗ്രീസി പൊളിച്ചെടുക്കുന്ന ഒരു സീസണാണിത്. 15 ഗോളുകളും 6 അസിസ്റ്റുമാണ് ഇതുവരെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതെങ്കിൽ 10-ാം സ്ഥാനത്ത് ഫ്ലോറിൻ വേർട്സ് ആണ്. ബയർ ലെവർക്യൂസൻ്റെ സൂപ്പർ താരം. 18 ഗോളുകളും 14 അസിസ്റ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കി. DFL സൂപ്പർ കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 9-ാം സ്ഥാനത്ത് ജമാൽ മുസിയാല, ബയൺ മ്യൂണിക്കിൻ്റെ യുവ സൂപ്പർ താരം. 17 ഗോളുകളും 10 അസിസ്റ്റുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയതെങ്കിൽ 8-ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗാമാണ്, റയൽ മാഡ്രിഡിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം. 11 ഗോളുകളും 13 അസിസ്റ്റുകളും സീസണിൽ സ്വന്തമാക്കി. യുവേഫ സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പും നേടുകയും ചെയ്തിട്ടുണ്ട്. 7-ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ. 31 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ ബയൺ മ്യൂണിക്കിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം നേടിയിട്ടുള്ളതെങ്കിൽ 6-ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിൻ്റെ വിനി ജൂനിയർ. വിനി കഴിഞ്ഞ തവണ 1 എന്ന സ്ഥാനത്തൊക്കെ ഇങ്ങനെ റാങ്കിങ്ങിൽ നിന്നതാണ്. ഒടുവിൽ കൊണ്ടുപോയത് റോഡ്രി ആണെങ്കിൽ പോലും ഫിഫ ബെസ്റ്റ് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ സീസണിൽ ഇപ്പോൾ ഇതുവരെയുള്ള പ്രകടനം നോക്കുമ്പോൾ അദ്ദേഹം 6-ാമതാണ്. 17 ഗോളുകളും 11 അസിസ്റ്റുകളുമാണ് സീസണിൽ ഇതുവരെ അദ്ദേഹം നേടിയിട്ടുള്ളത്. യുവേഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിലും മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 5-ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പയാണ്, റയലിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരം. 22 ഗോളുകളും 4 അസിസ്റ്റുകളും ഈ സീസണിൽ നേടി. യുവേഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിലും മുത്തമിട്ടു. 4-ാമത് FC ബാഴ്സലോണയുടെ ഗോൾഡ് വീരൻ വെറ്ററൻ താരം റോബർട്ട് ലെവൻഡോസ്കിയാണ്. 31 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ സീസണിൽ ഇതുവരെയുള്ളത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തു. 3-ാമത് FC ബാഴ്സലോണയുടെ യുവ സെൻസേഷൻ ലാമിൻ യമാൽ. എന്തൊരു പ്രകടനമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാഴ്സ സൂപ്പർ താരം. 10 ഗോളുകളും 17 അസിസ്റ്റുകളും ഈ സീസണിൽ ഈ 17-ാം വയസ്സിൽ അവൻ നേടുന്നു. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 2-ാമത് ബാഴ്സയുടെ സൂപ്പർ താരം ബ്രസീലിയൻ താരം റഫീഞ്ഞയാണ്. ഈ വല്ലാത്തൊരു സീസണാണ് അദ്ദേഹത്തിന് ഇത്, അക്കാര്യത്തിൽ തർക്കമേ വേണ്ട. 26 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് ഇതുവരെ സ്വന്തമാക്കിയത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തു. 1-ാമത്. ഒരു തർക്കവും ആർക്കും ഈ ലിസ്റ്റിൽ ഈ ഒരു സ്ഥാനം 1-2 സ്ഥാനങ്ങളിൽ ഉണ്ടാവില്ല. ഒന്നാമത് മോസലയാണ്. മോസല 27 ഗോളുകളും 17 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. പൊളിച്ചെടുക്കുകയാണ് ലിവർപൂളിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ മികവിൽ തന്നെയാണ് അവരിപ്പോൾ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രീമിയർ ലീഗിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ 1-ാം സ്ഥാനത്ത് അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മോസലയുടെ പ്രകടനം കൂടിയാണ്.
ഏതായാലും ഒന്നാമത് മോസല, ഏറ്റവും അധികം ബാലൻ ഡിയോർ സാധ്യത ഇപ്പോൾ നിലവിൽ നമുക്ക് പറയാൻ പറ്റുക സലാക്കാണെങ്കിൽ, രണ്ടാമത് റാഫിഞ്ഞക്കാണ്, ലാമിൻ യമാൽ മൂന്നാമത് വരുന്നു. നിങ്ങൾക്കൊരു പക്ഷേ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.